ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗാട്ടോ. 1 കിലോ സ്ട്രോബെറി കേക്കിൻ്റെയും 1.5 കിലോ ചോക്ലേറ്റ് കേക്കിൻ്റെയും ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം സ്ട്രോബെറി കേക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കേക്ക് എന്ന് തന്നെ പറയാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മളിതിൽ സ്ട്രോബെറി ഫ്ലേവറിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത്. ടൈഗറിൻ്റെ എസൻസ് ഉണ്ട്, സ്ട്രോബെറി എസൻസ് ഉണ്ട്, അതാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ് സ്ട്രോബെറി കഴിക്കുക അതേ ഒരു ടേസ്റ്റാണ് നമുക്ക്. ഇത് നല്ല പ്രത്യേക ഒരു ഫ്ലേവർ എന്ന് തന്നെ പറയാം നമ്മുടെ കേക്കിന്. അതുപോലെ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ സ്പഞ്ചിലും ഗനാഷയിലും നമ്മൾ ടൈഗറിൻ്റെ എസൻസ് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്രീമിലും എല്ലാം നമ്മൾ ഈ ഒരു സ്ട്രോബെറിയുടെ ഗനാഷ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഞാൻ കേക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു കസ്റ്റമറിനെ കിട്ടി. പുള്ളിക്കാരി അന്ന് മുതൽ ഇന്ന് വരെ എവിടെ ഒരു ഓർഡർ ഉണ്ടെങ്കിലും നമുക്ക് എടുത്തതായിരിക്കും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരിയുടെ കല്യാണമാണ്. അപ്പം ഭാവി വരാൻ വേണ്ടി ചെയ്തൊരു കേക്കാട്ടോ. ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലില്ല. അപ്പോൾ പോകുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും, ചേച്ചി എന്നാ വരുന്നത്, ഇതുപോലെ എനിക്കൊരു കേക്ക് വേണം എന്നെല്ലാം പറഞ്ഞു. അപ്പം എനിക്ക് ഇങ്ങോട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്ത സമയത്ത് പോലും ഞാൻ ഈ ഒരു ഡേറ്റും കൂടി കണക്ട് ചെയ്തിട്ടായിരുന്നു എടുത്തത് പോലും. അപ്പം അത്രത്തോളം എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡിസൈൻ്റെ കാര്യം പറയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്ത പഴയ ഒരു മോഡൽ ഇട്ട് തരികയായിരുന്നു. അതിൽ ഒരുപാട് ഡാർക്ക് കളറുണ്ടായിരുന്നു. ഡാർക്ക് കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതും സ്ട്രോബെറി ഫ്ലേവറിൽ തന്നെ ചെയ്തൊരു കേക്കായിരുന്നു. പക്ഷെ കളറ് കുറച്ച് ഫുള്ള് റോസ് ഒക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു ഇതാണ്. സൈഡിൽ ഇതുപോലെ നമ്മൾ ചരിച്ച് ഇതുപോലെ ലൈൻസ് കൊടുക്കുകയും പിന്നെ എന്താ പറയുക, ബോർഡറായിട്ട് പിങ്ക് കളർ കൊടുക്കുകയും ചെയ്ത്, പിന്നെ ടോപ്പിൽ ഫുള്ളായിട്ട് റോസറ്റ ന്യൂസിൽ വെച്ചിട്ട് റോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ടോപ്പിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതിയ നമ്മുടെ ഒരു പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരെഴുതിയത് സൈഡിലാണ്. അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 10 പോപ്സും കൂടെ ഉണ്ടായിരുന്നു, കേക്ക് പോപ്സും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത കേക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ്. ഇത് 1.5 കിലോയുടെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. നമ്മുടെ അടുത്ത് തന്നെ കേക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് കേക്ക്. പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കും, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചി ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ ഉള്ളൊരു കേക്കായിരുന്നു. അച്ഛന് വേണ്ടി ചെയ്യാനിരുന്നൊരു കേക്കായിരുന്നു. ചേച്ചിക്ക് പെട്ടെന്നൊരു അസൗകര്യം വന്നപ്പോൾ ആ കേക്ക് എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ഡെക്കറേഷനായിട്ടൊന്നും ചെയ്യേണ്ടായിരുന്നു, കാര്യം ചേച്ചി ഓൾറെഡി ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് മാത്രമായിട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അതും ചെയ്യാൻ പറ്റി. ഇത് രണ്ടും ഒറ്റ ദിവസത്തെ ഓർഡറായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ നടി വന്നതിന് ശേഷം ഒരുപാട് ഓർഡറൊന്നും അങ്ങനെ കിട്ടാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ, അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ 2 ഓർഡർ അങ്ങനെയൊക്കെ കിട്ടുന്നത്. അതിന് എന്താ പറയുക, ചിലപ്പം ഒരു ഓർഡർ ആയിരിക്കും, ചിലപ്പം 2 ഓർഡർ കിട്ടാറുണ്ട്. പിന്നെ ചേച്ചിയുടെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ പുറത്ത് വൈറ്റ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തത്. വൈറ്റ് വെച്ച് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത്. ഞാൻ ആലോചിക്കുമായിരുന്നു ചേച്ചി എന്തായിരിക്കും ഇതിൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ച് പിന്നീടാണ് കാര്യം വൈറ്റ് മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട്, ബാക്കി ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. എന്തായാലും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ 60ാം ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ തന്നെ 60ൻ്റെ നമ്പർ ടോപ്പറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ കേക്ക് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇനിയുള്ള വ്ളോഗ്സൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.